ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൗമ്യ. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖചർമ്മത്തെ നശിപ്പിക്കുന്ന ചില ശീലങ്ങൾ, നമ്മൾ ചെയ്തു വരുന്ന ചില ശീലങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മുഖം തിളങ്ങാനായിട്ട് ആവശ്യത്തിലധികം മാർഗം തേടുന്നവരാണ് നമ്മളിൽ മിക്ക ആളുകളും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ ചില ശീലങ്ങൾ നമ്മുടെ മുഖത്തെ അഴക് കെടുത്തുമെന്ന് മാത്രമല്ല, ചർമ്മത്തെ നശിപ്പിക്കുകയും ചെയ്യും. അത്തരം ശീലങ്ങൾ എന്തെന്നാണ് ഇന്ന് ഞാൻ പറയുന്നത്. ബ്രാൻഡഡ് പ്രോഡക്റ്റുകളിൽ വീണ്, അതായത് പരസ്യങ്ങളിലൊക്കെ വീണ് ക്രീമുകൾ വാരി പൊത്തുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കണം. കാരണം ചില ക്രീമുകൾ നമ്മുടെ ശരീരത്തിന് ചേരുന്നതായിരിക്കില്ല. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. ആദ്യം കുറച്ച് ക്രീം എടുത്ത് നമ്മുടെ കൈയുടെ പുറം ഭാഗത്ത് തേച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം കുഴപ്പമില്ലെങ്കിൽ മാത്രം അത് നമുക്ക് മുഖത്ത് തേക്കാൻ പാടുള്ളൂ. വെളുക്കാൻ വേണ്ടി ചെയ്യുന്ന സ്ക്രബിംഗ് അധികമായാലും പ്രശ്നമാണ്. വെളുക്കുന്നതിന് പകരം ഇത് മുഖത്തെ കറുപ്പിക്കാനായിരിക്കും കൂടുതൽ സാധ്യതയുള്ളത്. അധികം ചൂടിൽ ആവി പിടിക്കുന്നതും ഇത്തരത്തിൽ മുഖം പൊള്ളാനും വരണ്ട പോലെ ആകാനും ഒക്കെ ഇടവരുത്തും. ചൂട് കൂടിയ വെള്ളത്തിൽ മുഖം കഴുകുന്നത് മുഖത്തിൻ്റെ ചർമ്മത്തെ ബാധിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്തു വരുന്ന ബ്യൂട്ടി ടിപ്സുകൾ തന്നെയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നതും. പിന്നെ നമ്മുടെ എണ്ണമയം കളയുകയും ചെയ്യും നമ്മുടെ മുഖത്തിൻ്റെ, ഇത്തരത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ മുഖം വാക്സ് ചെയ്യുന്നത് ചർമ്മത്തിൽ പെട്ടെന്ന് ചുളിവുകൾ വീഴാനായിട്ട് കാരണമാകുന്നതാണ്. അതുപോലെ മുഖത്തിൻ്റെ രോമങ്ങൾ അമിതമായി ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നതും ലേസർ ഹെയർ റിമൂവർ ട്രീറ്റ്മെൻറ്റുമാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. വാസ്ക് ചെയ്യുന്നത് മുഖത്ത് മുറിവുകൾ ഉണ്ടാകാനും തുടർന്ന് രോഗങ്ങൾ ഉണ്ടാകാനുമൊക്കെ ഇതൊരു കാരണമാക്കും. നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ഒന്നിലധികം ഒരുപാട് പ്രാവശ്യം ഇത്തരത്തിൽ ചെയ്യുന്നത് കൂടുതൽ റിസൾട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ ലഭിക്കുമെന്ന് കരുതിയിട്ടാണ് നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷങ്ങളാണ് വരുത്തുന്നതും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പം തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടെന്നല്ല, അതിനൊരു പരിധിയുണ്ട്. നമ്മളിത് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആ ഒരു ലിമിറ്റ് അനുസരിച്ച് ചെയ്യുക. ഇതിൽ കൂടുതൽ പ്രാവശ്യമാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും. ഇത് മാത്രമല്ല, ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ അത് നമ്മുടെ ഫേസിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ചർമ്മം വളരെ വിലപ്പെട്ടതാണ് നമുക്ക്. തീർച്ചയായിട്ടും അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണം മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നാളെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.